ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. കോണുകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? അത് നമ്മൾ ക്രമത്തിൽ ചെറുത് മുതൽ വലുത് വരെ എഴുതിയാൽ വാട്ട് ഈസ് ദ തേർഡ് ആംഗിൾ? ഏറ്റവും ചെറിയ കോണളവ് 40 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാകും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ഞാൻ ഒരു പെൻറ്റഗൺ 5 സൈഡുള്ള ചിത്രം പഞ്ചഭുജം ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ പഞ്ചഭുജത്തിൻ്റെ കോണുകൾ ഞാൻ ചെറുതിപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ കോൺ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഇതാണല്ലോ. ഈ ചെറിയ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ തേർഡ് ആംഗിൾ 1, 2, മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ചെറുത് വെച്ച് കണക്കാക്കിയാൽ തേർഡ് ആംഗിൾ എത്ര വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രമത്തിലല്ല കേട്ടോ, ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ തേർഡ് ആംഗിൾ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 40 ഡിഗ്രിയാണ് ഒരു ചെറിയ കോണെങ്കിൽ ഏറ്റവും വലിയ കോൺ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു 5 കോണുകളുണ്ട്. 1, 2, 3, 4, 5 കോണുകൾ. എന്തായാലും നമ്മൾ ഇവിടുന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആംഗിൾ 180, ഇത് ഈ 3 എണ്ണം കൂടി 180, 180, 180 പ്ലസ് 180 പ്ലസ് 180 എത്രയാണ്? 540 ആണ്. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 540 ആണ്. എന്ത്? ഒരു പെൻറ്റഗണിൻ്റെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഈ ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 540. അപ്പോൾ നമുക്ക് തേർഡ് ആംഗിൾ വേഗം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? ആൻസർ ഈസ് 1 5 0 40ക്കകത്ത് 8 ടൈംസ്. സോ മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഈ മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് 108 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മിഡിൽ ആംഗിൾ 108 ആണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തെഴുതാം? ഈ 2 ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടണം? 108ൻ്റെ ഇരട്ടി അല്ലേ? അതായത് 216 കിട്ടണം. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 216 കിട്ടണം. അപ്പോൾ ഇത് ഫുള്ളൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? നമുക്ക് 540 കിട്ടുകയും ചെയ്യും അല്ലേ? ശരിയല്ലേ? 216 പ്ലസ് 216 പ്ലസ് 108 എന്ന് പറയുന്നത് 540 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ തേർഡ് ആംഗിൾ എന്തെന്നായിരുന്നു? തേർഡ് ആംഗിൾ ഈസ് 108. ഇനി അവർ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെങ്കിൽ വലിയ ആംഗിൾ എത്ര? അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 216 വരണമല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏറ്റവും ചെറിയ കോണളവ് 40 ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയായിരിക്കും എന്നാ ചോദ്യം കേട്ടോ. അപ്പം ഇത് 40ഉം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണല്ലോ 216. അപ്പോൾ ഈ ലാസ്റ്റത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. 216ൽ നിന്ന് നമ്മൾ 40 കുറയ്ക്കുന്നു. 6, 7, 176. ഈ ആംഗിൾ എത്രയാണ്? 176. അപ്പം ഇത് 40, 170 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, 108 ഡിഗ്രി. ഇനി ഇത് രണ്ടോടെ മിസ്സിങ് ആയിട്ടുള്ള ഈ 2 പേരെ കൂടെ കിട്ടണം. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. മിഡിൽ ടൈം അല്ലേ? ഒരു 3 ടൈംസ് ഉണ്ടെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 3 ടൈംസ്, അതായത് 40-108 എന്നാണെങ്കിൽ ഈ നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബി കണ്ടുപിടിക്കാനുള്ള മാർഗം a+c/2. 108ഉം 40ഉം കൂട്ടുക. 108 പ്ലസ് 40 8 4 148 ഭാഗം 2. 148 ഭാഗം 2 എത്ര? 74 കേട്ടോ. ഈ നമ്പർ എന്ന് പറയുന്നത് 74 ആയിരിക്കും. സോ തേർഡ് നമ്പർ ഈസ് 74. അപ്പം അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാൻ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 40ഉം 34 അല്ലേ? 34, 108, 108, 34 കൂടെ കൂട്ടിയാൽ മതിയാവും. ആൻസർ ഈസ് 142. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ആൻസർ കിട്ടി. എന്തൊക്കെയാണ്? 40, 74 ഡിഗ്രി, 108 ഡിഗ്രി, 142 ഡിഗ്രി, 176 ഡിഗ്രി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 540 കിട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണെന്ന് ആഡ് ചെയ്ത് നോക്കിയാലേ. പിന്നെ കുട്ടികളെ, ഞാനൊരു അബാക്കസ് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാട്ടോ. അതുകൊണ്ട് ഞാനത് അബാക്കസിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കൂട്ടി കാണിക്കാൻ, വെറുതെ ഒരു രസം കേട്ടോ.
40, then 74 ആഡ് ചെയ്യാൻ 10 + 3 4 108, then 142, then 176. ആൻസർ ഈസ് 540. ആൻസർ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 540 ഡിഗ്രി. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും ചെറിയ ആംഗിൾ 36 വരുമോ എന്നാണ്. 36 വരുമോ? ഇല്ല എന്നാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. കാരണം എന്താണെന്നറിയോ? നമുക്ക് രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 216. അപ്പം ഞാനിവിടെ 36 കൊടുത്താൽ ഇവിടെ എന്ത് വരും? 36 കൊടുത്താൽ ഇത് 180 കടന്നു വരും. 180 എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ ആവും. നോക്കുക, 180ഉം 36ഉം 8 3 11 216. കണ്ട, 180 എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നമുക്ക് അവിടെ ഒരു ഒടിവ് കിട്ടില്ല. ലൈൻ ഇങ്ങനെ പോകും. നമുക്ക് ആംഗിൾ വരണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചെരിവ് വന്നെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ 180 വൺ സൈഡിൽ വരാൻ പാടില്ല. അതുകൊണ്ട് 36 ഒരിക്കലും ഇതിലെ ഒരു ആംഗിൾ ആവാൻ സാധ്യതയില്ല. ഓക്കെ.